സംഘടനയായ അമ്മയിൽ മെമ്മറി കാർഡ് വിവാദം കത്തുകയാണ്. കുക്കു പരമേശ്വരന്റെ കൈവശം നിരവധി നടിമാരുടെ വെളിപ്പെടുത്തൽ അടങ്ങിയ മെമ്മറി കാർഡ് ഉണ്ടെന്ന് പൊന്നമ്മ ബാബുവിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച് കൂടുതൽ നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത കുക്കുവിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്നതാണ് ഒരു വിഭാഗത്തിന്റെ വാദം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, അമ്മയിൽ നിന്ന് വിവാദങ്ങൾ ഒഴിയുന്നതേയില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഇങ്ങനെയൊരു മെമ്മറി കാർഡ് വിവാദം ഉയർന്നു വരുന്നത്. പൊന്നമ്മ ബാബുവാണ് തുടങ്ങി വെച്ചതെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഉഷ നമ്മളോട് സംസാരിച്ചു. ഉഷയും സമാനമായ ആരോപണം ഉന്നയിച്ചു. കൂടുതൽ പേർ ഈ യോഗത്തിന്റെ, അതായത് ഈ വിവാദത്തിന്റെ പശ്ചാത്തലമായ ഈ യോഗത്തിൽ പങ്കെടുത്ത കൂടുതൽ നടിമാർ ഈ വിവാദത്തിൽ പങ്കുചേരുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ഈ മെമ്മറി കാർഡ് വിവാദം ഇപ്പോഴും ഒടുങ്ങുന്നില്ല. വലിയ ചർച്ചകളിലേക്കാണ് അത് വഴിവെക്കുന്നത്. പ്രത്യേകിച്ച് അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് നിൽക്കെ ഓഗസ്റ്റ് 15-ാണ് തിരഞ്ഞെടുപ്പ്. ഇത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നു എന്നറിഞ്ഞത് മുതലാണ് ഒരു വിഭാഗം വനിതാ താരങ്ങൾ വലിയ വിമർശനവുമായി രംഗത്തെത്തിയത്. അത് പ്രധാനമായും പറയുന്നത് കുക്കു പരമേശ്വരന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കാൻ യോഗ്യതയില്ല. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് നടി ഉഷയുടെ ഒരു മെമ്മറി കാർഡിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു. അതായത് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ ഈ മീടു ആരോപണത്തിന് ശേഷം മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ളൊരു സംഭാഷണത്തിന് വേണ്ടി ഒരു വിഭാഗം സ്ത്രീകൾ, അത് 15-ൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ, സീനിയർ ആയിട്ടുള്ള കുറച്ച് നടികൾ ഹോളിഡേ ഇന്നിൽ ഒരു യോഗം ചേരുകയും അന്ന് KPSC ലളിതയുമൊക്കെ ആ യോഗത്തിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ സിനിമാ മേഖലയിൽ അവർ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്നതാണ്. അവിടെ അവരുടെ സംഭാഷണങ്ങളെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നീട് കുക്കു പരമേശ്വരനാണ് ആ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയത്. പിന്നീട് പല പ്രാവശ്യവും ചോദിക്കുമ്പോഴും കുക്കു പരമേശ്വരൻ പറയുന്നത് ആ മെമ്മറി കാർഡ് തൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്, അത് ഇടവേള ബാബുവിനെ കൈമാറിയിട്ടുണ്ട്, അത് അറിയേണ്ടവരൊക്കെ അറിയട്ടെ, ഇതിലൊരു നടപടി സ്വീകരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മെമ്മറി കാർഡ് കൈമാറിയെന്നാണ് പിന്നീട് വനിതാ താരങ്ങൾ പറയുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്കായി ആ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു പരമേശ്വരൻ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നടി ഉഷ ആദ്യം വെളിപ്പെടുത്തിയത്. പിന്നീട് അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പൊന്നമ്മ ബാബുവും മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് നടി പ്രിയങ്കയും ആ സമയത്ത് ആ യോഗത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പ്രിയങ്കയുടെ പേര്, മഞ്ജുപിള്ളയുടെ പേരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, ആ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിൽ തന്നെയാണോ എന്നതിലൊക്കെ ഒരു സ്ഥിരീകരണം ആവശ്യമുണ്ട്. ഒപ്പം കുക്കു പരമേശ്വരൻ പറയുന്നത് അത് KPSC ലളിതയ്ക്ക് തന്നെയാണ് ആ മെമ്മറി കാർഡ് കൈമാറിയതെന്നാണ്. അവർ അന്തരിച്ചതുകൊണ്ട് നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാനോ ഒന്നും കഴിയില്ല. പക്ഷേ കുക്കു പരമേശ്വരൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത് ആ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അവരത് പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ, ഈ മത്സരിക്കാൻ തയ്യാറെടുത്ത ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും കുക്കു പരമേശ്വരൻ ആ മെമ്മറി കാർഡിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മയുടെ ഒരു സ്ഥാനത്ത് എത്തിയാൽ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ കുക്കു പരമേശ്വരൻ വനിതാ താരങ്ങളെ ഭീഷണിപ്പെടുത്തുകയില്ലേ എന്നൊരു സംശയം കൂടിയാണ് ഒരു വിഭാഗമുള്ള വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്. ഇനി എന്താണ് ആ മെമ്മറി കാർഡിൽ ഉള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. ചില താരങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്ന് അവർ ആ യോഗത്തിൽ സംസാരിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ മെമ്മറി കാർഡ് വിവാദം ഇപ്പോഴും അടങ്ങുന്നില്ല. കുക്കു പരമേശ്വരൻ പിന്നീട് ഇവർക്ക് ഈ സ്ഥാനാർത്ഥികൾക്ക് പരസ്യ പ്രസ്താവനകളൊന്നും നടത്തുവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം അമ്മയിൽ നിന്നും നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ. അതുകൊണ്ട് പിന്നീട് കുക്കു പരമേശ്വരൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നടി പ്രിയങ്ക ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരാൻ കഴിയും. എന്തായാലും ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിവാദത്തെ മറ്റാരെങ്കിലും ഏറ്റുപിടിക്കുന്നുണ്ടോ? അതായത് ഇതിപ്പോൾ കുറച്ച് ദിവസമായി പൊന്നമ്മ ബാബു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അതിന് പിന്നാലെ വീണ്ടും ആരോപണങ്ങൾ വരുന്നു. പക്ഷേ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട മുഖ്യധാരയിൽ നിൽക്കുന്ന ആരെങ്കിലും, ഇപ്പോൾ ചുമതലയിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ, അങ്ങനെ ആരെങ്കിലും ഈ വിവാദത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഇത് ഏറ്റുപിടിക്കുകയോ ചെയ്യുന്നത് കാണുന്നില്ല. ഇല്ല ശ്രീ
നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പല താരങ്ങളെയും സംസാരിച്ചിരുന്നു. അവരോടൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയുണ്ടോ, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം സംഘടനയിലെ ഉള്ളിൽ തന്നെ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തുന്നത് ശരിയല്ല. അങ്ങനെയുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഇവരുടെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ഇടവേള ബാബുവിൻ്റെ കയ്യിലാണ് ഈ മെമ്മറി കാർഡ് നൽകിയതെന്ന് കുക്കു പരമേശ്വരൻ പറയുന്ന സാഹചര്യമുണ്ടായി, മറ്റുള്ളവർ പറയുന്ന സാഹചര്യമുണ്ടായി. ഇടവേള ബാബുവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തിലെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് നൽകുന്ന മെമ്മറി. ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പല്ലിശ്ശേരി, ഇതുവരെ ഇല്ലാത്ത ഒരു മെമ്മറി കാർഡ് വിവാദമാണ് ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി, അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർന്നു വരുന്നത്. ഇങ്ങനൊരു മെമ്മറി കാർഡിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു കേട്ടതായി എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായി താങ്കളെ പോലെ, താങ്കൾ ഈ സിനിമയുടെ ഉള്ളറകളിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണോ? ഇങ്ങനെ ആളാണല്ലോ. ഇങ്ങനെ ഒരു മെമ്മറി കാർഡോ, അത് കുക്കു പരമേശ്വരൻ സൂക്ഷിച്ചു, പിന്നെ അതിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം താങ്കൾക്ക് അറിയാമായിരുന്നോ? എന്താണ് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? മെമ്മറി കാർഡ് ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ മെമ്മറി കാർഡ് വേറെ ചില ആൾക്കാർ ഉദ്ദേശിച്ചിട്ടായിരുന്നു ഇവര് വിളിച്ച് ഇത് റെക്കോർഡ് ചെയ്തേണ്ട പ്രശ്നം തന്നെയാണത്. അപ്പൊ ഇവര് വിചാരിച്ച ചില ആൾക്കാരെ കുറിച്ച് ആ മെമ്മറി കാർഡിൽ സാധനം കിട്ടിയിട്ടില്ല. കിട്ടിയത് വേറെ ആയിരുന്നു. അപ്പൊ ഇതിപ്പോ ഇലക്ഷന് മൂടി വെക്കാൻ വേണ്ടി നിന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ഭീഷണിപ്പെടുത്തി ചില ആൾക്കാരെ. അത്രയും കാര്യങ്ങൾ എനിക്കറിയാവുന്നത്. പക്ഷെ ഇവര് വിചാരിച്ച ആളെ കുറിച്ച് കിട്ടിയിട്ടില്ല. ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഹേമ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു യോഗം ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മയിലെ വനിതാ താരങ്ങൾ അങ്ങനെ ഒരു യോഗം വിളിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം, അത് ഔദ്യോഗികമായി ചേർന്ന യോഗമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ യോഗത്തിൽ ഇത്ര രഹസ്യമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കുക, അത് സൂക്ഷിച്ചു വെക്കുക, അതിലേക്കൊക്കെ എങ്ങനെ പോയി എന്നൊരു കൗതുകം ഉണ്ട്. അത് മീട്ടു ഉള്ള സമയത്താണ് മറ്റേ ഹേമ കമ്മിറ്റി ഒന്നും ഒന്നുണ്ടായില്ല. ആ മീട്ടു സമയത്ത് ഇവർ കുറച്ച് പേര് കാരണം അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയില്ല. അപ്പൊ അവർ കൂടി ഇരുന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്ക് എതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളത്. ആ തുറന്നു പറയണം വിളിക്കുമ്പോ അതൊരു ഔദ്യോഗികമായി കൂടിയ യോഗമായിരുന്നു അതോ അനൗപചാരികമായി ഇവരുടെ ഔദ്യോഗികമായി കൂടിയ യോഗമായിരുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഔദ്യോഗികമാണെങ്കിൽ മറ്റു പല നടികളെയും വിളിക്കണ്ടേ. ഇത് ആകെ ഒരു 5 or 10 പേര് മാത്രമല്ല അവർ കൂടിയിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കി ആരും കൂടിയിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് അവർക്കൊരു രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു. ഇത് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റും, അതല്ലെങ്കിൽ അവർ ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്തായിരുന്നു. അവരെ കുറിച്ച് ഇവര് ആരെങ്കിലും പറയും, അത് ഷൂട്ട് ചെയ്തേക്കാന്ന് അവരെ മനസ്സിലായിരുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സത്യത്തില് അനൂപ് ചന്ദ്രൻ ഇപ്പൊ അൻസിബയ്ക്കെതിരെയുള്ള ആരോപണം ഇതിന്റെ തുടർച്ച തന്നെയാണത്. പക്ഷെ അനൂപ് ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങള് അനൂപ് ചന്ദ്രനെ ശരിക്കും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അനൂപ് ചന്ദ്രൻ യഥാർത്ഥ പേര് പറയേണ്ടി വരും. അനൂപ് ചന്ദ്രൻ അല്ല ഇതിന്റെ മാത്രമല്ല അതിന്റെ പറയല്, അത് ചില ബൊമ്മമാരുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഇതായിട്ട് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് ശരിക്കും. ഇപ്പോൾ കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തി ആരെയോ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ആ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ട ആളെങ്കിലും ഇത് പറയാതെ ഇതൊക്കെ ആരോപണത്തിനപ്പുറത്തേക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? നമുക്ക് ഭീഷണിപ്പെടുത്തുമോ നമുക്ക് അറിയില്ല. കാരണം അറിയാത്ത കാര്യം ഞാൻ അതെ, അതാ ഞാൻ അങ്ങനെ തന്നെ കോട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ ഇപ്പോ ശ്രീമതി ഉഷയൊക്കെ